ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടായിരിക്കും നമ്മുടെ സെയിൽസ് വരാൻ പോകണം. അപ്പോൾ നിങ്ങൾ ഏത് ഐഫോൺ എടുക്കണം എന്നാണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതായത് ഐഫോൺ 15 എടുക്കണോ, ഐഫോൺ 16 എടുക്കണോ, ഐഫോൺ 14 എടുക്കണോ, ഐഫോൺ 13 എടുക്കണോ. അപ്പോൾ ഈ 4 ഡിവൈസ് ആയിരിക്കും മിക്ക ആൾക്കാരുടെയും എന്താ പറയുക ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാവുന്ന ഐഫോൺസുകൾ. എന്താ കഴിഞ്ഞാൽ 12 എനിക്ക് തോന്നുന്നില്ല ഇനി ആരും വാങ്ങിക്കുന്നു, അല്ലെ 12ഉം 11ഒന്നും ഇനി ആരും എനിക്ക് വാങ്ങിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും വാങ്ങിക്കരുത്, അത് വേറെ കാര്യം. 13 തന്നെ ആരും ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്ന ഡിവൈസുകൾ എന്ന് പറയുന്നത് 15 ആണ്. 15ഉം 14 പ്ലസും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. 15 ആണ് ശരിക്കും ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡീലിൽ കിട്ടാൻ പോകുന്നത്. 56-55,000 രൂപയ്ക്കൊക്കെ നമുക്ക് ഡീലിൽ കിട്ടാൻ പോകുന്നുണ്ട് ഈ വരാൻ പോകുന്ന സെയിൽസിൽ. അപ്പോൾ അത് നല്ലൊരു വാല്യൂ ഫോർ മണി ഡിവൈസ് തന്നെയാണ്. എന്നുവെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്ലസ് വേരിയൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പ്ലസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ സൈസും കൂടും, ബാറ്ററി ബാക്കപ്പും കൂടും. അപ്പോൾ അതും നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ വലിയ ഡിസ്പ്ലേ വേണമെന്നുള്ളവർക്ക് അത് എടുക്കാം. അല്ലാത്ത പക്ഷം 15 ആണ് വൺ ഓഫ് ദ ഹൈലി റെക്കമെൻഡഡ് ഐഫോൺസ് ഇൻ ദിസ് വരാൻ പോകുന്ന സെയിൽസിൽ ഇട്ടാ. പിന്നെ നിങ്ങൾക്ക് അത് പിന്നെ അടുത്ത ഓപ്ഷനാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ അത്ര ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് 14 പ്ലസ്. എന്ന് വെച്ചാൽ 13ഉം 14ഉം തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതിൻ്റെ ഇന്റേണൽ ചിപ്പിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് 99.9% ഒരു വ്യത്യാസമില്ല. ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ റാം കൂടുതലുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ പറയുന്നത് പ്രാക്ടിക്കൽ യൂസേജിലാണ് പറയുന്നത്. അല്ലാണ്ട് വ്യത്യാസമില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും മാറ്റം വരുത്താണ്ട് അവർ ചുമ്മാ അതേ സാധനം എടുത്ത് ഒരു കമ്പനികളും പൊട്ടന്മാരെ എല്ലാവരും ഇറക്കുന്നത്. ഞാൻ അങ്ങനെ പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ യൂസിലാണ് പറയുന്നത്. ഇപ്പോൾ ഐഫോൺ 15ഉം 16ഉം തമ്മിൽ തന്നെ പ്രാക്ടിക്കൽ യൂസ് വരുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് ക്യാമറ അതിൽ നമുക്ക് നമ്മുടെ അൾട്രാ വൈഡ് സെൻസറിൽ അവർ ഓട്ടോ ഫോക്കസ് വെച്ചു എന്ന് മാത്രമല്ല, ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ ക്യാമറ പെർഫോമൻസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു 90-95% ഓൾമോസ്റ്റ് സിമിലറാണ്. പിന്നെ നമുക്ക് അതിൽ ആ എക്സ്ട്രാ ക്യാമറ ബട്ടൺ വന്നിട്ടുണ്ടെന്ന് മാത്രമേ. പക്ഷേ ഇപ്പോൾ ഉപയോഗിച്ച് നിങ്ങൾ ഓൾറെഡി റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. ഒരൊറ്റ ആൾക്കാർക്ക് ആ സാധനം ഇഷ്ടമായിട്ടില്ല. ഗ്ലോബലിയും ആർക്കും ഇഷ്ടമായിട്ടില്ല. എല്ലാവർക്കും അത് വെറുപ്പിക്കുന്ന പരിപാടിയായിട്ട് തോന്നിക്കുന്നത്. എന്താ വെച്ചാൽ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. ഒന്നാമത് കപ്പാസിറ്റീവ് ടച്ച് ബട്ടണാണ്. അപ്പോൾ തന്നെ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ പൊസിഷൻ കറക്റ്റാണ്, ഇൻകറക്റ്റാണ്. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുമ്മാ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഐഫോൺ 15ഉം 16ഉം തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്കൊരു 15,000-20,000 രൂപ റേഞ്ച് പ്രൈസ് ഡിഫറൻസ് എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 5,000 രൂപയുടെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് HDFC കാർഡും ICICI കാർഡൊക്കെ എന്തെങ്കിലും കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുക്കുന്നുണ്ട്, നമ്മുടെ റെഫർ ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രം കുറച്ച് 5,000 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നു മാത്രം. അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ തീരെ വാല്യൂ ഫോർ മണി അല്ല. നമ്മൾ നിങ്ങൾക്കറിയാം ഐഫോൺ എന്ന് പറയുമ്പോൾ തന്നെ വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റുകളല്ല. ഇവർ ആക്ച്വലി റിച്ച് പീപ്പിൾസിനെ നോക്കി ഇറക്കുന്ന ഒരു ഡിവൈസാണ്. ഇപ്പോഴാണ് ഈ ക്രെഡിറ്റ് കാർഡും EMI സാധനം വന്നപ്പോൾ എല്ലാവരും ഒന്ന് എടുക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റും അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് അവർ മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് വേണ്ടി ഇറക്കുന്ന ഒരു മോഡലല്ല ഐഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ആപ്പിൾ ഹെയ്റ്ററോ അല്ലെങ്കിൽ ഐഫോൺ ഹെയ്റ്ററോ ഒന്നും അല്ല കേട്ടോ. ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ, കുറേ ഞാൻ കമൻറ്റ് കണ്ടു. എൻ്റെ പ്രൈമറി ഡിവൈസുകളൊക്കെ ആപ്പിളുകളാണ്. പ്രത്യേകിച്ച് വാച്ച് എൻ്റെ ഫോണിനായിട്ടും പ്രൈസ് കൊടുത്ത് വാങ്ങിച്ച സാധനത്ത്. അപ്പോൾ ഈ സാധനം എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്നൊക്കെ സാധനം തന്നെ വേണമെങ്കിൽ പറയട്ടെ. എന്ന് വെച്ചാൽ ഇതുവരെയായിട്ട് ഉപയോഗിച്ച ആപ്പിൾ ഐറ്റത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ തീരെ വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് അല്ല, അത് വേറെ കാര്യം. അതാണ് ഇവരുടെ ഒരു കുഴപ്പം. അപ്പോൾ ശരിക്കും ഞാൻ എടുത്തു പറയാൻ വാല്യൂ ഫോർ മണി എന്ന് എടുത്തു പറയാൻ മെയിൻ കാരണം അതാണ്. ഇപ്പോൾ ഓഫർ വരുമ്പോൾ നമുക്ക് 56 രൂപയ്ക്ക് 55,000 രൂപയ്ക്ക് ഐഫോൺ 15 കിട്ടുക എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ അത്രയ്ക്കും കുഴപ്പമില്ലാത്ത ശരിക്കും ഇതിന് വെറുത്തായിട്ടുള്ള ഒരു പ്രൈസാണ് 50,000 രൂപ. അപ്പോൾ അതിന് ശരിക്കും നമുക്ക് ഇപ്പോൾ നോർമലി നമ്മൾ വാങ്ങിക്കാൻ പോകില്ല. അങ്ങനെ 50,000 രൂപയാണെങ്കിൽ സാധനം ശരിക്കും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് വിൽക്കുന്ന 20,000 രൂപയ്ക്കും 65,000 രൂപയ്ക്കും 69,000 രൂപയ്ക്കൊക്കെ ആണല്ലോ. അപ്പോൾ അത് അവരുടെ ബ്രാൻഡ് ചാർജ് സാംസങ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയാം. കാരണം 13ഉം 12ഉം 11ഒന്നും ദയവ് ചെയ്ത് ആരും എടുക്കരുതിട്ടാ. പഴഞ്ഞ സാധനങ്ങളാണ്. അതൊന്നും പോയി ആരും എടുക്കരുത്. കുറേ പേര് ഇപ്പോഴും 11ഉം 12ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ മെയിൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 മെയിൻ ചാനൽസും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.